Good morning. Today we are going to discuss oblique projection. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് oblique projection ആണ്. പിക്ചോറിയൽ പ്രൊജക്ഷന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് oblique projection. ലാസ്റ്റ് ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആയിരുന്നു. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലെ മൾട്ടി വ്യൂ പ്രൊജക്ഷൻ. മൾട്ടി വ്യൂ പ്രൊജക്ഷനിൽ നമുക്ക് 6 വ്യൂസ് ഉണ്ടെങ്കിലും ഏതെങ്കിലും 3 വ്യൂസ് ആണ് നമ്മൾ വരച്ചിരുന്നത്. ഒരു ഫ്രണ്ട് വ്യൂ, ഒരു റിയർ വ്യൂ, ഒരു ടോപ്പ് വ്യൂ, ഒരു ബോട്ടം വ്യൂ, 2 സൈഡ് വ്യൂസ്, ലെഫ്റ്റ് സൈഡ് വ്യൂ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് വ്യൂ. ഇതിൽ ഏതെങ്കിലും 3 വ്യൂസ് ആണ് നമ്മൾ മൾട്ടി വ്യൂ പ്രൊജക്ഷനിൽ വരച്ചിരുന്നത്. മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ഫ്രണ്ട് വ്യൂ, റിയർ വ്യൂ ഇതിൽ ഏതെങ്കിലും ഒരു വ്യൂ മതി. അതുപോലെ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ ബോട്ടം വ്യൂ ഇതിൽ ഏതെങ്കിലും ഒരു വ്യൂ മതി. 2 സൈഡ് വ്യൂവിൽ ഏതെങ്കിലും ഒരു സൈഡ് വ്യൂ. ഓക്കെ, സോ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലെ മൾട്ടി വ്യൂ പ്രൊജക്ഷനിലെ ഒരിക്കലും നമുക്കൊരു പിക്ചോറിയൽ പ്രൊജക്ഷൻ അല്ല ലഭിക്കുന്നത്. ഒരു പിക്ചറിന്റെ യഥാർത്ഥ രൂപം നമുക്ക് കിട്ടുന്നില്ല. 3 ഡിഫറെന്റ് വ്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഒബ്ലിക് പ്രൊജക്ഷനിൽ നമുക്കൊരു പിക്ചോറിയൽ പ്രൊജക്ഷൻ ആണ് കിട്ടുന്നത്. എന്താണ് ഓർത്തോ എന്നുള്ള വേർഡിന്റെ മീനിങ്? റൈറ്റ് ആംഗിൾ. അതുപോലെ ഒബ്ലിക് എന്ന വേർഡിന്റെ മീനിങ് ഇൻക്ലൈൻഡ് എന്നാണ്, ചെരിവുള്ള ലൈൻസ് എന്നാണ് മീൻ ചെയ്യുന്നത്. സോ ഇൻ ഒബ്ലിക് പ്രൊജക്ഷൻ, പ്രൊജക്ഷൻ ലൈൻസ് ആർ ഡ്രോൺ ഒബ്ലിക് ടു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഒബ്ലിക് പ്രൊജക്ഷനിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുന്നത്. ഓക്കെ, ഒബ്ലിക് പ്രൊജക്ഷനിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുന്നത്. പക്ഷേ ഈ പ്രൊജക്ഷൻ ലൈൻസ് പരസ്പരം പാരലൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഒബ്ലിക് പ്രൊജക്ഷനെ ഒബ്ലിക് പാരലൽ പ്രൊജക്ഷൻ എന്നും വിളിക്കുന്നത്. യൂഷ്വലി ഒബ്ലിക് പ്രൊജക്ഷനിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വെർട്ടിക്കൽ പ്ലെയിൻ ആയിരിക്കും. ഒബ്ലിക് പ്രൊജക്ഷനിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വെർട്ടിക്കൽ ആയിരിക്കും. ഈ ഒരു ഫിഗറിൽ നോക്കൂ, എങ്ങനെയാണ് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ വരുന്നത്? ഇങ്ങനെ ഒരു പ്ലെയിൻ ആണ് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 2 ആക്സിസ് ഉണ്ടായിരിക്കും. നോക്കൂ, ഈ ഒരു സർഫസ്, ഫ്രണ്ടിലെ ഈ സർഫസ് വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ 2 ആക്സിസ് ഇല്ലേ? ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടൊരു ആക്സിസ് ഉണ്ട്, ഹൊറിസോണ്ടൽ ആയിട്ടൊരു ആക്സിസ് ഉണ്ട്. നമുക്ക് ഇതിനെ ജസ്റ്റ് എക്സ് ആക്സിസിന് എടുക്കാം, ഈ വെർട്ടിക്കൽ ആക്സിസിനെ വൈ ആക്സിസിന് എടുക്കാം. ഇനി മൂന്നാമതൊരു ആക്സിസ് ഉണ്ട്, സെഡ് ആക്സിസ്. യൂഷ്വലി എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. പക്ഷേ ഒബ്ലിക് പ്രൊജക്ഷനിൽ നമ്മുടെ തേർഡ് ആക്സിസ് ഹൊറിസോണ്ടലുമായിട്ട് ഒരു ഇൻക്ലിനേഷനിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, തേർഡ് ആക്സിസ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് OR ആണ്. ഈ OR നെയാണ് നമ്മൾ റെസീഡിംഗ് ആക്സിസ് എന്ന് പറയുന്നത്. That is the third axis which is having an inclination theta with horizontal is known as receding axis. So ഈ ഒരു ഫിഗറിലെ OR receding axisഉം തീറ്റ receding ആംഗിളുമാണ്. തീറ്റയുടെ വാല്യൂ വരുന്നത് 30 ഡിഗ്രി അല്ലെങ്കിൽ 45 ഡിഗ്രി അല്ലെങ്കിൽ 60 ഡിഗ്രി. സോ ഒബ്ലിക് പ്രൊജക്ഷൻ നമ്മൾ യൂഷ്വലി വരയ്ക്കുന്നത് 30 ഡിഗ്രി യൂസ് ചെയ്തിട്ടും 45 ഡിഗ്രി യൂസ് ചെയ്തിട്ടുമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ എടുക്കുന്നത് 30 ഡിഗ്രി ആണ്. റെസീഡിംഗ് ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ റെസീഡിംഗ് ലൈൻസ് എന്ന് പറയുന്നത്. OR എന്നുള്ള റെസീഡിംഗ് ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഈ ഒരു ലൈൻ വരുന്നത്, ഈ ഒരു ലൈൻ വരുന്നത്. ഈ 2 ലൈനിനെയുമാണ് നമ്മൾ റെസീഡിംഗ് ലൈൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു നമുക്ക് 4 ക്വാഡ്രന്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് ക്വാഡ്രാന്റ്, സെക്കൻഡ് ക്വാഡ്രാന്റ്, തേർഡ് ക്വാഡ്രാന്റ്, ഫോർത്ത് ക്വാഡ്രാന്റ്. സോ ഈ ക്വാഡ്രാന്റിന്റെ ബേസിസിൽ നമുക്ക് 4 രീതിയിൽ ഒബ്ലിക് പ്രൊജക്ഷൻ വരയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രാന്റിൽ എങ്ങനെയാണ് വരിക? സ്ലോപ്പിംഗ് അപ്വേർഡ്സ് ആൻഡ് ടു റൈറ്റ്. സെക്കൻഡ് ക്വാഡ്രാന്റിൽ സ്ലോപ്പിംഗ് അപ്വേർഡ്സ് ആൻഡ് ടു ലെഫ്റ്റ്. ഈ ഇൻക്ലിനേഷൻ ആണ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് ക്വാഡ്രാന്റിൽ എങ്ങനെയാണ് വരിക? സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ആൻഡ് ടു ലെഫ്റ്റ്. ഫോർത്ത് ക്വാഡ്രാന്റിൽ എങ്ങനെയാണ് വരിക? സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ആൻഡ് ടു റൈറ്റ്. ഓക്കെ, സോ ക്വാഡ്രാന്റിന്റെ ബേസിസിൽ നമുക്ക് 4 രീതിയിൽ ഒബ്ലിക് പ്രൊജക്ഷൻ വരയ്ക്കാം. യൂഷ്വലി നമ്മൾ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വാഡ്രാന്റിലുള്ള ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് we have to discuss types of oblique
പ്രൊജക്ഷൻ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ലിക് പ്രൊജക്ഷന്റെ ടൈപ്പുകളാണ്. നമുക്ക് പ്രധാനമായും 3 ടൈപ്പ് ഒബ്ലിക് പ്രൊജക്ഷൻസ് ആണ് ഉള്ളത്. Those are Cavalier oblique projection, cabinet oblique projection and general oblique projection. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കവേലിയർ ഒബ്ലിക് പ്രൊജക്ഷനിൽ പ്രോബ്ലം ചോദിക്കും, അതുപോലെ ക്യാബിനറ്റ് ഒബ്ലിക് പ്രൊജക്ഷനിലും പ്രോബ്ലം ചോദിക്കാറുണ്ട്. ജനറൽ ഒബ്ലിക് പ്രൊജക്ഷനിൽ സ്ഥിരമായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല. So, what is the difference between Cavalier, cabinet and general oblique projection? Okay. Cavalier oblique projection-ലെ width, height, length തമ്മിലുള്ള റേഷ്യോ 1:1:1 ആയിരിക്കും. അതേസമയം cabinet oblique projection-ലെ width, height, length തമ്മിലുള്ള റേഷ്യോ 1:1:0.5 ആയിരിക്കും. Okay. ഇനി ജനറൽ ഒബ്ലിക് പ്രൊജക്ഷനിൽ വിഡ്ത്ത്, ഹൈറ്റ്, ലെങ്ത് തമ്മിലുള്ള റേഷ്യോ 1:1:R ആയിരിക്കും. ഓക്കെ, സോ എന്താണ് ഈ ഒരു റേഷ്യോ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒബ്ലിക് പ്രൊജക്ഷന്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് തരിക ഓർത്തോഗ്രാഫിക് വ്യൂസ് ആയിരിക്കും. ഓർത്തോഗ്രാഫിക് വ്യൂസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 വ്യൂ, ഒന്നുകിൽ ഒരു ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും, ഇങ്ങനെ ഏതെങ്കിലും 2 വ്യൂ ആണ് നമുക്ക് തരിക ഒബ്ലിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതൊരു ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ ആണ്, ഇതൊരു ഒബ്ജക്റ്റിന്റെ സൈഡ് വ്യൂ ആണ്. ഇനി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്ത് നമ്മൾ ഒബ്ലിക് പ്രൊജക്ഷൻ ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു വെർട്ടിക്കൽ പ്ലെയിൻ ആണ് നമ്മൾ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ആയിട്ട് എടുക്കുന്നത്. നമുക്ക് 2 വ്യൂസ് തന്നിട്ടുണ്ട്, ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും. ഇതിൽ ഏതെങ്കിലും ഒരു വ്യൂ നമുക്ക് നമ്മുടെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് പാരലൽ ആയിട്ട് വരയ്ക്കാം, അതായത് വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആയിട്ട് വരയ്ക്കാം. ഓക്കെ, സോ ഇവിടെ ഫ്രണ്ട് വ്യൂ ആണ് ഞാൻ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്നത്. ഈ ഒരു ഫ്രണ്ട് വ്യൂവിന്റെ ഡയമെൻഷൻസ് ഏതൊക്കെയാണ്? 40യും 30യും. ഈ 40യും 30യും സെയിം ഡയമെൻഷനിൽ തന്നെ വരയ്ക്കണം എന്നാണ് ഈ സ്റ്റാർട്ടിങ്ങിലുള്ള 1:1 റെപ്രസെന്റ് ചെയ്യുന്നത്. നോക്കൂ, 3 ടൈപ്പ് ഒബ്ലിക് പ്രൊജക്ഷനിലാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ 1:1 ആണ്, 1:1 ആണ്, 1:1 ആണ്. മൂന്നാമത്തെ ഡയമെൻഷൻ ആണ് ഫസ്റ്റത്തേല് 1, രണ്ടാമത്തേതിൽ 0.5, മൂന്നാമത്തേതിൽ 6. ഓക്കെ, അതായത് നമ്മൾ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനെ പാരലൽ ആയിട്ട് എടുക്കുന്ന വ്യൂ. ഇവിടെ നമ്മൾ ഫ്രണ്ട് വ്യൂ ആണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനെ പാരലൽ ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 30 എന്നുള്ള ഡയമെൻഷനും 40 എന്നുള്ള ഡയമെൻഷനും നമ്മൾ ഒബ്ലിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ സെയിം വാല്യൂ എടുത്താണ് വരയ്ക്കേണ്ടത്. അതായത് 40 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കുക, 30 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ഡയമെൻഷൻ, അതായത് സൈഡ് വ്യൂവിലുള്ള ഈ 20 എന്നുള്ള ഡയമെൻഷൻ കവേലിയർ ഒബ്ലിക് പ്രൊജക്ഷനിലാണെങ്കിൽ നമ്മൾ 20 സെന്റിമീറ്റർ എടുത്ത് തന്നെ വരയ്ക്കണം. ഇനി അത് ക്യാബിനറ്റ് ഒബ്ലിക് പ്രൊജക്ഷനിലാണെങ്കിൽ ഈ 20 എന്നുള്ള ഡയമെൻഷനെ ഹാഫ് ആക്കണം. നോക്കൂ, ഇവിടെ 1ന് പകരം 0.5 അല്ലേ? 0.5 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? അതായത് 20 × 1/2. 20/2 എന്ന് പറഞ്ഞാൽ 10 അല്ലേ? ഓക്കെ, സോ ഈ 20ക്ക് പകരം നമ്മൾ 10 ആണ് ക്യാബിനറ്റ് പ്രൊജക്ഷനിൽ വരയ്ക്കേണ്ടത്. ക്ലിയർ ആയോ? ഇനി ജനറൽ ഒബ്ലിക് പ്രൊജക്ഷനിലാണെങ്കിൽ ഈ 20 എന്നുള്ളതിന്റെ വാല്യൂ എന്തായിട്ടാണ് വരയ്ക്കേണ്ടത്? നോക്കൂ, ഈ ജനറൽ ഒബ്ലിക് പ്രൊജക്ഷന്റെ വിഡ്ത്ത്, ഹൈറ്റ്, ലെങ്ത് റേഷ്യോ 1:1:R ആണ്. ഈ R ഒരിക്കലും 1 ആവാൻ പാടില്ല, അതുപോലെ R ഒരിക്കലും 0.5 ആവാനും പാടില്ല. അതായത് ഈ 20 എന്നുള്ള വാല്യൂ 20 ആവാനും പാടില്ല, അതുപോലെ ഈ 20 എന്നുള്ള വാല്യൂ 10 ആവാനും പാടില്ല. ബാക്കി ഏത് വാല്യൂവും നമുക്ക് R-ന് എടുക്കാം. ഓക്കെ, സോ നമുക്ക് വളരെ ചെറുതാക്കിയിട്ട്, അതായത് 0.5നേക്കാളും ചെറുതാക്കിയിട്ടുള്ള രീതിയിൽ പ്രൊജക്ഷൻ വരയ്ക്കാം, അല്ലെങ്കിൽ 20നേക്കാളും വലുതാക്കിയിട്ടുള്ള രീതിയിലും പ്രൊജക്ഷൻ വരയ്ക്കാം. ഓക്കെ, സോ കവേലിയർ ഒബ്ലിക് പ്രൊജക്ഷനിൽ എല്ലാം സെയിം ഡയമെൻഷനിൽ തന്നെയാണ് വരയ്ക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു സൈസ് കിട്ടും. നോക്കൂ, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. ഇനി ക്യാബിനറ്റ് ഒബ്ലിക് പ്രൊജക്ഷനിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനെ പാരലൽ ആയിട്ട് എടുക്കുന്ന വ്യൂയുടെ ഡയമെൻഷൻസ് സെയിം ഡയമെൻഷനിൽ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ 1, ഇവിടെ 1 എന്ന് കൊടുത്തിട്ടുള്ളത്. അടുത്ത ഡയമെൻഷന് നമ്മൾ നേരെ ഹാഫ് ആക്കണം, അതുകൊണ്ടാണ് ഇവിടെ 0.5 എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ജനറൽ ഒബ്ലിക് പ്രൊജക്ഷനിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന വ്യൂ,
ആ ഡയമെൻഷൻസ് നമ്മൾ സെയിം ഡയമെൻഷനിൽ വരയ്ക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ 1 എന്നും ഇവിടെ 1 എന്നും കൊടുത്തിട്ടുള്ളത്. അടുത്ത ഡയമെൻഷന് 10 ആവാൻ പാടില്ല, 20 ആവാൻ പാടില്ല. 10 ആവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിനേക്കാളും കുറച്ചിട്ടാണ് ഈ റെഡ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, 20നേക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഫിഗർ വലുതാക്കിയിട്ട് വരച്ചിട്ടുള്ളത്. ഓക്കെ, സോ കവേലിയർ ഒബ്ലിക് പ്രൊജക്ഷൻ, ക്യാബിനറ്റ് ഒബ്ലിക് പ്രൊജക്ഷൻ, ജനറൽ ഒബ്ലിക് പ്രൊജക്ഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിലുള്ള റേഷ്യോസ് ഇമ്പോർട്ടന്റ് ആണ്. കവേലിയറിൽ 1:1:1, ക്യാബിനറ്റിൽ 1:1:0.5, ജനറലിൽ 1:1:6. R not equal to 1 and also R not equal to 0.5. ഓക്കെ, കൂടാതെ ക്വസ്റ്റ്യനിൽ നമുക്ക് റെസീഡിംഗ് ആംഗിൾ തരും. 30 ഡിഗ്രി എന്നോ 45 ഡിഗ്രി എന്നോ തരും. ഇനി റെസീഡിംഗ് ആംഗിൾ ഒന്നും പറയുന്നില്ലെങ്കിൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് 30 ഡിഗ്രി എന്ന് എടുക്കാം. ഓക്കെ, ഈ 3 ടൈപ്പ് ഒബ്ലിക് പ്രൊജക്ഷനും തമ്മിലുള്ള മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് പ്രൊജക്ഷനും പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനും തമ്മിലുള്ള ആംഗിൾ ആണ്. കവേലിയറിൽ ഇത് 45 ഡിഗ്രി ആയിരിക്കും. ക്യാബിനറ്റില് ലൈൻ ഓഫ് പ്രൊജക്ഷനും പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനും തമ്മിലുള്ള ആംഗിൾ 63 ഡിഗ്രി 26 മിനിറ്റ് ആയിരിക്കും. ഇനി ജനറൽ ഒബ്ലിക് പ്രൊജക്ഷനിലെ ലൈൻ ഓഫ് പ്രൊജക്ഷനും പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനും തമ്മിലുള്ള ആംഗിൾ ഒരിക്കലും 45 ഡിഗ്രിയോ 63 ഡിഗ്രി 26 മിനിറ്റോ ആയിരിക്കില്ല. ഇവ രണ്ടുമല്ലാത്ത ഏതെങ്കിലും ഒരു ആംഗിൾ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഒരിക്കലും റെസീഡിംഗ് ആംഗിൾ അല്ല. ഓക്കെ, റെസീഡിംഗ് ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയോ 45 ഡിഗ്രിയോ 60 ഡിഗ്രിയോ ആയിരിക്കും. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് 30 ഡിഗ്രിയോ 45 ഡിഗ്രിയാണ്. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ യൂഷ്വലി നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് വരയ്ക്കുന്നത് 30 ഡിഗ്രിയിലാണ്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. സോ ദിസ് ആൾ അബൌട്ട് ഒബ്ലിക് പ്രൊജക്ഷൻ. നെക്സ്റ്റ് we will have a problem. Here it is the question for you. Orthographic views of a guide block are shown in figure. Sketch an oblique view of the guide block. Show all dimension on it. ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ഗൈഡ് ബ്ലോക്കിന്റെ ഓർത്തോഗ്രാഫിക് വ്യൂ ആണ് തന്നിട്ടുള്ളത്. ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ട്, സൈഡ് വ്യൂ തന്നിട്ടുണ്ട്. ഒബ്ലിക് പ്രൊജക്ഷന്റെ തിയറി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വെർട്ടിക്കൽ പ്ലെയിൻ ആണ് നമ്മൾ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ആയിട്ട് എടുക്കുന്നത്. സോ തന്നിരിക്കുന്ന വ്യൂസിൽ ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ട്, സൈഡ് വ്യൂ തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു വ്യൂ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് പാരലൽ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. സോ യൂഷ്വലി കർവ്ഡ് പോർഷൻസ് അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ വരുന്ന വ്യൂ ആണ് വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആയിട്ട് വരുന്ന വ്യൂ ആയിട്ട് എടുക്കാറ്. സോ ഇവിടെ നമ്മൾ ഫ്രണ്ട് വ്യൂ ആണ് വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആയിട്ട് എടുക്കുന്നത്. നോക്കൂ, ഫ്രണ്ട് വ്യൂവിൽ നമുക്കൊരു സർക്കുലർ പോർഷൻ ഒക്കെ വരുന്നുണ്ട് ഇല്ലേ, ഒരു ഹാഫ് സർക്കിൾ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ കോംപ്ലിക്കേഷൻസ് കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സർക്കുലർ പോർഷൻസും മറ്റും വരുന്ന വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ കവേലിയർ ഒബ്ലിക് പ്രൊജക്ഷൻ ആണോ, ക്യാബിനറ്റ് ഒബ്ലിക് പ്രൊജക്ഷൻ ആണോ, ജനറൽ ഒബ്ലിക് പ്രൊജക്ഷൻ ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് കവേലിയർ ഒബ്ലിക് പ്രൊജക്ഷനിലാണ്. കവേലിയർ ഒബ്ലിക് പ്രൊജക്ഷന്റെ റേഷ്യോ എന്താണ്? 1:1:1. ഓക്കെ, ക്വസ്റ്റ്യനിൽ റെസീഡിംഗ് ആംഗിൾ പ്രത്യേകം തന്നിട്ടില്ല. സോ ഞാൻ ഡിഫോൾട്ടായിട്ട് തീറ്റ 30 ഡിഗ്രിയാണ് എടുക്കുന്നത്. ഇനി ഏത് ഒബ്ലിക് പ്രൊജക്ഷൻ ആണെങ്കിലും, കവേലിയർ ആണെങ്കിലും ക്യാബിനറ്റ് ആണെങ്കിലും ജനറൽ ആണെങ്കിലും നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിന് അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് പാരലൽ ആയിട്ട് എടുക്കുന്ന വ്യൂ സെയിം ഡയമെൻഷനിൽ നമ്മൾ വരയ്ക്കണം. സോ ആ ഒരു വ്യൂ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫ്രണ്ട് വ്യൂ അതുപോലെ സെയിം ഡയമെൻഷനിൽ നമ്മൾ വരയ്ക്കണം. ക്വസ്റ്റ്യനിൽ നമുക്ക് 16 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കണം. യൂണിറ്റ് നമുക്ക് തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ mm ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ 16 mm റേഡിയസിൽ ഒരു സർക്കിൾ ആദ്യം വരയ്ക്കുന്നു. നമുക്കിനി സർക്കിളിന്റെ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സർക്കിളിന്റെ സെന്റർ പോയിന്റിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക്
30 റേഡിയസ് ഉള്ള ഒരു ഹാഫ് സർക്കിളും കൂടെ വരയ്ക്കാനുണ്ട്. സോ സർക്കിളിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യുന്നു. വെർട്ടിക്കൽ ഡയമീറ്ററും ഹൊറിസോണ്ടൽ ഡയമീറ്ററും മാർക്ക് ചെയ്യുന്നു. സോ ഹിയർ ഇറ്റ് ഈസ് ദി സെന്റർ പോയിന്റ്. 30-ല് ഹാഫ് സർക്കിൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വെർട്ടിക്കൽ ഡയമീറ്റർ രണ്ട് സൈഡിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. 30 റേഡിയസ് ആക്കിയിട്ട് ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുന്നു. ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് 20 മാർക്ക് ചെയ്യുന്നു. റൈറ്റ് സൈഡിലോട്ട് 16 മാർക്ക് ചെയ്യുന്നു. മുകളിലോട്ട് 10 മാർക്ക് ചെയ്യുന്നു. ദെൻ റൈറ്റിലോട്ട് 14 മാർക്ക് ചെയ്യുന്നു. താഴോട്ട് 10 മാർക്ക് ചെയ്യുന്നു. റൈറ്റിലോട്ട് 16 മാർക്ക് ചെയ്യുന്നു. ടോപ്പിലേക്ക് 20 മാർക്ക് ചെയ്യുന്നു. റൈറ്റിലോട്ട് 30 വരയ്ക്കുന്നു. മുകളിലോട്ട് 30 വരയ്ക്കുന്നു. ലെഫ്റ്റിലോട്ട് 46 വരയ്ക്കുന്നു. പുറത്തുള്ള ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് 30 ആണ്. സോ ഇവിടുന്ന് മേലോട്ട് 30 വരയ്ക്കുന്നു. ജോയിൻ ചെയ്യുന്നു. സോ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ സെയിം ഡയമെൻഷനിൽ വരച്ചിട്ടുണ്ട്. അതായത് വെർട്ടിക്കൽ പ്ലെയിനിൽ പാരലൽ ആയിട്ടുള്ള വ്യൂ സെയിം ഡയമെൻഷനിൽ വരച്ചിട്ടുണ്ട്. 1:1 എന്നാണ് ഈ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ തേർഡ് ഡയമെൻഷൻ വരക്കണം. കെവേലിയർ ഒബ്ലിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സൈഡ് വ്യൂയുടെ ഡയമെൻഷൻ 40 ആണല്ലോ. അതിന് മാറ്റമൊന്നും വരുത്താനില്ല. സെയിം ഡയമെൻഷനിൽ തന്നെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇവിടെ നമ്മൾ റിസീഡിങ് ആംഗിൾ 30 ഡിഗ്രി ആണ് എടുക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് 30 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. 30 ഡിഗ്രിയിൽ ഒരു ലൈൻ വരക്കുന്നു. മിനി ഡ്രാഫ്റ്റർ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മുടെ ഡ്രാഫ്റ്ററിൽ 30 ഡിഗ്രി ആംഗിൾ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ ഞാൻ 30 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിന്റിലും 30 ഡിഗ്രിയിൽ ആംഗിൾ വരയ്ക്കുക. മിനി ഡ്രാഫ്റ്ററിലാണെങ്കിൽ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്താൽ മതി. പിന്നീട് അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ കഴിയും. ഓക്കെ, എല്ലാ പോയിന്റ്സിലും 30 ഡിഗ്രിയിൽ ലൈൻസ് വരയ്ക്കുക. ഈ ഒരു പോയിന്റിലും വരക്കണം. അതുപോലെ ഈ ഒരു പോയിന്റിൽ വരക്കണം. മിനി ഡ്രാഫ്റ്റർ ആണെങ്കിൽ ഒരു പ്രാവശ്യം 30 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പോയിന്റ്സിലും കൊണ്ടുപോയിട്ട് നമുക്ക് ഈസി ആയിട്ട് വരക്കാവുന്നതാണ്. നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ഈ ഒരു ലൈൻസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 40 ആണ്. സൈഡ് വ്യൂവിൽ 40 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ 40 വരക്കുന്നു. ഈ ഒരു പോയിന്റിൽ 40 വരക്കുന്നു. ഇവിടെ ഈ ഒരു എൻഡിലും 40 വരക്കുന്നു. ഈ ഒരു പോയിന്റിൽ 40 വരക്കുന്നു. ഈ ഒരു പോയിന്റിലും 40 വരക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു എൻഡിലും ലൈൻസ് വരയ്ക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 30 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഡാർക്കൻ ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഉള്ളിലോട്ട് വരയ്ക്കാൻ കഴിയില്ല. സോ നമ്മുടെ ഫിഗർമേൽ പോയിന്റ് സൈഡ് ചെയ്യുന്നത് വരെയാണ് വരയ്ക്കേണ്ടത്. സോ ഇപ്പോൾ നമ്മൾ എല്ലാ ഡയമെൻഷൻസും മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു കർവ് പോലെ മാർക്ക് ചെയ്ത് കാണിക്കാം. ഈ ഒരു എൻഡിൽ നമുക്ക് ചെറുതായിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ 2-3 ലൈൻസ് ആയിട്ട് കാണാൻ കഴിയും. അതാണ് ഞാൻ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്.
അതുപോലെ ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലും ഈ ഒരു പോർഷനിലുള്ളത് നമുക്കിങ്ങനെ ലൈൻസ് ആയിട്ട് ജസ്റ്റ് ചെറിയൊരു പോർഷന് കാണാൻ കഴിയും. ഈ ഒരു എൻഡിൽ ചെയ്ത പോലെ നമുക്ക് ഈ ഒരു എൻഡിലും കാണിക്കാം. ഓക്കെ, ഈ പോർഷൻസ് മാർക്ക് ചെയ്യൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ നമ്മുടെ കവേലിയർ ഒബ്ലിക് വ്യൂ 30 ഡിഗ്രി റിസീഡിങ് ആംഗിളിൽ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഡയമെൻഷൻ ചെയ്യണം. സോ ദിസ് ഈസ് അവർ ഫൈനൽ ഫിഗർ. ഫിഗറിലെല്ലാം ഡയമെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ടോപ്പ് എന്ന് നോക്കുന്നത് ടോപ്പ് വ്യൂ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് എന്ന് നോക്കുന്നത് എഫ് എന്ന് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ റെസീഡിങ് ആംഗിൾ തീറ്റ 30 ഡിഗ്രി ആണ് എടുത്തിട്ടുള്ളത്. കവേലിയർ ആണ് 1:1:1. കവേലിയർ എന്നുള്ളത് എഴുതണം എന്നില്ല. ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആകും. ഇത് 40യിലാണ് വരച്ചിട്ടുള്ളതെങ്കിൽ അത് കവേലിയർ ആണ്. ഇനി ഈ ഒരു ലെങ്ത് നമ്മൾ 20യിലാണ് വരച്ചിട്ടുള്ളതെങ്കിൽ അത് അണ്ടർസ്റ്റുഡ് ആണ്. എന്ത്? ക്യാബിനറ്റ് ആണ് വരച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ 20യിലാണ് വരച്ചതെങ്കിലും കൂടി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് 40 എന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും ഈ ഒരു സെയിം ക്വസ്റ്റ്യന് ക്യാബിനറ്റിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.